ഇച്ച നിങ്ങളുടെ റൂമിൽ 2 ബെഡ് സ്പേസ് ഒഴിവുണ്ടല്ലോ പറഞ്ഞ? അതെ. ഇതാ എടുത്തെ. അല്ല ആളെങ്ങനെയുണ്ട്? ഒള്ളയിച്ച എന്റെ ഉമ്മയാണ് സത്യം. ഇങ്ങനത്തെ ഒരുത്തന്നെ ഈ ദുബായിൽ മഷീട്ട് നോക്കിയാൽ കിട്ടൂല. എന്റെ 15 കൊല്ലത്തെ കരിയറിൽ ഞാൻ ഇങ്ങനത്തെ ഒരുത്തനെ കണ്ടിട്ടേ ഇല്ല. ശരി, അടിപൊളിയാണ്. അല്ല അപ്പൊ പഴയ റൂമിൽ നിന്ന് ഇറങ്ങിയ കാര്യം? അത് എനിക്ക് ചെറിയ പീസ് മത്തി തന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്ലേറ്റ് എടുത്ത് തലക്കടിച്ചു. ആരുടെ? അവനാണ് ഇത്ര നേരം തന്റെ അടുത്ത് ചലച്ചോണ്ടിരുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ദിവസം ഞാൻ എന്റെ ലവറായിട്ട് റൂമിൽ വന്നു, പക്ഷെ അവന്മാർ എന്നെ ഉള്ളിൽ കയറ്റില്ല. മോനെ അതെങ്ങനെയാണ് ഒരു പെണ്ണൊക്കെ എങ്ങനെയാണ് ബാച്ചലർ റൂമിൽ കയറുന്നത്? അതിനെന്റെ ലവർ പെണ്ണല്ലോ. ഇതേപോലത്തെ ആൾക്കാരൊന്നും നമ്മുടെ റൂമിൽ കയറ്റില്ലട്ടാ. എന്താ ഫോൺ എടുത്ത്? പോലീസിനെ വിളിക്കാൻ. എന്തിന്? ഞാൻ അവിടുത്തെ വിളിച്ചു പറയും, താൻ അനധികൃതമായിട്ട് കുറെ പേരെ റൂമിൽ താമസിക്കും. എടാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ മോനെ. നീ വന്നേ, നമുക്കിത് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. നല്ലൊരു ഹോട്ടലുണ്ട്. ഞാൻ ഈ സമയത്തൊന്നും കഴിക്കാറില്ല. എനിക്ക് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണോ? ഞാൻ അടിക്കണം, എന്നാലും എനിക്ക് ഡിന്നർ ഇറങ്ങുള്ളൂ. അതിവിടെ അലൗഡ് അല്ലട്ടാ. റൂമിൽ ഇത്രയും പേരെ താമസിപ്പിക്കുന്നത് അലൗഡാണോ? ചിക്കനെ കാണുമ്പോൾ എനിക്ക് എന്റെ അച്ഛൻ ഓർമ്മ വരും. എന്നിട്ട് വാപ്പ എവിടെ? അച്ഛനെ ഞാൻ പങ്കായത്തിനടിച്ച് കൊന്നു. എന്നിട്ട് കേസൊന്നും ആയില്ലേ? എനിക്ക് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കോടതി തന്നെ വെറുതെ വിട്ടു. അതിന്റെ രേഖകളൊക്കെ ഉണ്ട്, കാണണോ? വേണ്ട വേണ്ട. നീ എന്തിനാ ഇത് ചെയ്തേ? ഞാൻ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് വൈഫൈ ഓഫ് ആക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണെങ്കിലും കൊള്ളാട്ടോ. റൂമിന്റെ റെന്റ് അഡ്വാൻസ് നാളെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ സാലറി കിട്ടുമ്പോൾ സെറ്റാക്കാം. അല്ല സാലറി എപ്പോ കിട്ടും? അത് ജോലി കിട്ടുമ്പോൾ സെറ്റാക്കാം. അപ്പൊ ജോലി ഇല്ലേ? കുഴപ്പമില്ല, വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. 5 കൊല്ലത്തിനുള്ളിൽ എന്തായാലും ജോലി കിട്ടും. അപ്പൊ എനിക്ക് സിഗരറ്റ് ഇഷ്ടമല്ലടാ. തനിക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ ഞാൻ തരില്ല. എന്റെ ആഗ്രഹം